എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് എന്താണ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷൻ്റെ സ്കോപ്പ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഓർഗനൈസേഷൻ, പബ്ലിക് പ്രൈവറ്റ് ഓർഗനൈസേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ അത് രണ്ടും തമ്മിലുള്ള സാമ്യങ്ങൾ എന്താണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഇതുവരെയാണ് നമ്മൾ എടുത്തത്. ഇനി എടുക്കുന്നത് കുറച്ചും കൂടി കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് തിയറികളും അതുപോലെ ഒരുപാട് പേരും ഒരുപാട് ടേംസും നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഭവമാണ്. ഇതുവരെ കേൾക്കാത്ത ആൾക്കാരാണെങ്കിൽ, അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരല്പം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റയടിക്ക് ഇത് ഒരു തിയറി അല്ല നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ക്ലാസിക്കൽ തിയറിയിൽ തന്നെ 3 തിയറികളുണ്ട്: സയൻറ്റിഫിക് മാനേജ് തിയറി, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി, അതുപോലെ തന്നെ ബ്യൂറോക്രസി. ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അപ്രോച്ചാണ്. ആ അപ്രോച്ചിൽ തന്നെ പല ആൾക്കാരുണ്ട്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഹെൻറി ഫയോൾ എന്നുള്ള ഒറ്റ പേരാണ് എഴുതിയിരിക്കുന്നത്. അതല്ലാതെ ലൂതർ ആൻഡ് ഗുല്ലിക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മ്യൂണി ആൻഡ് റെയ്ലി എന്ന് പറഞ്ഞിട്ടുള്ള 2 പേരുണ്ട്, അതുപോലെ തന്നെ മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പോൾ ഇവരൊക്കെ തിയറീസിലെ സ്ലൈറ്റ്ലി ചേഞ്ച് ഉള്ള ആണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ബ്യൂറോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ് വെബർ നമ്മൾ എഴുതുന്നുണ്ടെങ്കിലും മാക്സ് വെബർ അല്ല ബ്യൂറോക്രസി കണ്ടുപിടിച്ചത്. അത് കാലഘട്ടങ്ങളായിട്ട് ഈവൻ BC 175 മുതൽ ചൈനയിലുണ്ടായിരുന്നു. അതായത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ എടുക്കുക, അത്തരത്തിലുള്ള ഒരു ബ്യൂറോക്രാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പല സമയങ്ങളും പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്തത്. അതൊക്കെ നോക്കി എന്താണ് ബ്യൂറോക്രസി, ഡിഫൈൻ ചെയ്യല, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹം മനസ്സിലാക്കി എഴുതുകയാണ് ചെയ്തത്. ഓക്കെ, സയൻറ്റിഫിക് അപ്രോച്ച് തിയറി എന്ന FW ടൈലറിൻ്റെ ഒരു തിയറിയാണ്. അത് ആ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ചിലും അതിൻ്റെ മൂവ്മെൻറ്റിലും വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് ടൈലർ മാത്രമേ ഉള്ളൂ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് അസോസിയേറ്റ്സ് വേറെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അവരുടെ പേരൊന്നും അത്ര പഠിക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ഇത് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി എന്ന് പറഞ്ഞ സംഭവമാണ്. ഇനി അടുത്തത് ഇനി വേറെയും വരുന്നുണ്ട്: ഹ്യൂമൻ റിലേഷൻസ് തിയറി, അതുപോലെ തന്നെ കണ്ടീജൻസ് തിയറി. ഇതിലൊക്കെ ഒരുപാട് ആൾക്കാർ വീണ്ടും ആൾക്കാരെയും പഠിക്കണം, അവരുടെ തിയറിയും പഠിക്കണം. ആക്ച്വലി ഇത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് കാര്യങ്ങളെ മനസ്സിലാക്കാനും. ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, എന്താണ് അതിൻ്റെ ആക്ടിവിറ്റി, ഓക്കെ, എങ്ങനെ നമുക്കും അതിൽ ഓർഗനൈസേഷനിൽ അതിൻ്റെ ഭാഗമായിട്ട് മാറാൻ പറ്റും, അഡ്മിനിസ്ട്രേറ്റർ ആവാൻ പറ്റും എന്നുള്ളതിനൊക്കെ വേണ്ട ഒരു ബേസിക് സ്കില്ല് നമുക്ക് ഇത്തരത്തിലുള്ള തിയറികൾ പഠിച്ചാലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഞാൻ വീണ്ടും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിയറികളുണ്ട്, കൂട്ടി കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ഓരോന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കുക. അത് ഒറ്റ തവണ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞ ഒരു റിവിഷൻ്റെ ഒക്കെ എന്തെങ്കിലും മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ക്ലാസിക്കൽ തിയറി തുടങ്ങുകയാണ്. ഓരോ ക്ലാസ്സിനും ഓരോന്ന് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഒരു മിനിറ്റ്. അപ്പോൾ ഈ ഓരോ ദിവസം നമുക്ക് ഓരോ തിയറി വെച്ച് നമുക്ക് പഠിക്കാം. ഇന്ന് നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ചാണ് പഠിക്കേണ്ടത്, FW ടൈലറിൻ്റെ. ഓക്കെ, അതിനു മുമ്പ് എന്താണ് ഈ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി, അല്ലെങ്കിൽ ക്ലാസിക്കൽ അപ്രോച്ച് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ്റെ ക്ലാസിക്കൽ അപ്രോച്ച് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പഠിക്കുന്നത്? ഓക്കെ, ഈ ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ 4 ഫാക്ടേഴ്സ് ആണുള്ളത്. 1 മണി, 2 മാൻ, 3 മെഷീൻ, 4 മെത്തേഡ്. ഓക്കെ, ഇതിൽ മാൻ എന്ന് പറഞ്ഞ ഒരു ഭാഗം ഓൾമോസ്റ്റ് ഒഴിവാക്കിയിട്ട് ബാക്കി മണി എങ്ങനെ ഉപയോഗിക്കാം, മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കാം, മെഷീൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് മെയിൻലി ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറിയിൽ വരുന്നത്. ഇനി ഇത് എപ്പോഴാണ് ഈ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി വരുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങുന്നത് എപ്പോഴാണ്?
1700-കളിൽ ആ സമയത്താണ് അല്ലേ? ഓക്കെ, ആ സമയത്തെ ഒരു വ്യത്യാസമല്ല ഇതിൽ പറയുന്നത്. ഒരു സെക്കൻഡ് ജനറേഷൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 1870-കളിലോ ആയിട്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ചേഞ്ച് ആവുന്നു. അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫാക്ടറികൾ ഉണ്ടാക്കേണ്ടി വരുന്നു. ഫാക്ടറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറിയിലെ ഫങ്ഷൻ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇതായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഒരുപാട് ജോലിക്കാരുള്ള വലിയ വലിയ ഫാക്ടറികൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഓരോ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ, അങ്ങനത്തെ ഒരു കോട്ടന്റെ തുണി ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണല്ലോ. അതേ സിമ്പിൾ മെത്തേഡിൽ നമുക്ക് ഒരു കാർ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ അതേ സിമ്പിൾ മെത്തേഡിൽ നമുക്ക് സ്റ്റീലിന്റെ പല സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. അതിനൊക്കെ എന്ത് ചെയ്യണം വേണ്ടി വരും? ഇപ്പോൾ സ്റ്റീലിന്റെ ഒരു ഫാക്ടറി ആണെങ്കിൽ ആദ്യം ഈ എന്താ പറയുക, ധാതുക്കളിൽ നിന്ന് സ്റ്റീൽ ഉണ്ടാക്കണം. ആ സ്റ്റീൽ ഉണ്ടാക്കി ചിലപ്പോൾ അത് ഷീറ്റ് ആക്കേണ്ടി വരും. എന്നിട്ട് ഷീറ്റ് കട്ട് ചെയ്തിട്ട് വേറെ രീതിയിലുള്ള ഓരോ ആവശ്യങ്ങൾക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കേണ്ടി വരും. അത് ഉണ്ടാക്കുന്ന മോൾഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ ജോലിക്കും ഓരോ സ്കില്ല് വേണ്ടി വരും. അങ്ങനെ ഒരുപാട് ജോലിക്കാരുണ്ടെങ്കിൽ അവരെ മാനേജ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച്, അതൊക്കെ ആ ലോകത്തിൽ ആദ്യമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സമയമാണ് ഈ 1870-കൾ മുതൽ ഉള്ള സമയം. ഒരു 1920-30 വരെയുള്ള ഈ സമയത്താണ് എല്ലാ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറീസും ഉണ്ടായി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ തിയറിയാണ് ഞാൻ പറഞ്ഞ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച്. ഇതിൽ അടുത്ത 2 തിയറിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അപ്രോച്ചും മൂന്നാമത്തെ ബ്യൂറോക്രസി എന്ന് പറയുന്ന ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് അപ്രോച്ചും. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ ബൈഫർക്കേഷൻ ഇപ്പൊ തന്നെ മനസ്സിലുണ്ടാവണം. എന്നാലാണ് നമുക്ക് കൂടുതലായിട്ട് പോകുമ്പോൾ പിന്നീട് അത് കൂട്ടിക്കൊഴയാതിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ചാണ് കേട്ടോ. ഓക്കെ, സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് സെയിം കോണ്ടെക്സ്റ്റ് തന്നെയാണ്. എങ്ങനെയാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് ഉണ്ടായിരുന്നത്? ഈ പറഞ്ഞ ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ ഫാക്ടറികളിലെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അത് കോർഡിനേറ്റ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ചാൽ ഇത് നടക്കില്ല. അതിൻ്റെ ഒരു ക്രൈസിസ് വരുമ്പോഴാണ് നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള പല സിദ്ധാന്തങ്ങളും ഉണ്ടാകുന്നത്. FW ടൈലർ എന്ന് പറഞ്ഞ ഇദ്ദേഹം ഒരു ജർമ്മൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം അമേരിക്കയിലേക്ക് മൂവായി. എന്നിട്ട് അമേരിക്കയിലുള്ള പല കമ്പനികളിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. മിക്കവാറും സ്റ്റീൽ പ്ലാന്റേഷൻ, അതുപോലെ തന്നെ കോൾ ഫാക്ടറി, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇദ്ദേഹം കണ്ടെത്തിയ മെത്തേഡുകളാണ് ഇദ്ദേഹത്തിൻ്റെ തിയറീസ് ആണ് പിന്നീട് സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് ആയിട്ട് വരുന്നത്. ആക്ച്വലി സയന്റിഫിക് മാനേജ്മെന്റ് മൂവ്മെന്റ് പിന്നീട് വരുന്നുണ്ട്. പക്ഷെ ആദ്യം ഇദ്ദേഹം പറയുന്നത് ഇതിനൊരു ടാസ്ക് മെത്തേഡ് മറ്റാണ് ഇദ്ദേഹത്തിൻ്റെ പറയുന്നത്. പാർട്ടീഷൻ ഓഫ് വർക്ക് ഒരു ഭാഗമാണ് ഇതിൻ്റെ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്രോച്ച് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ മേജർ റൈറ്റിങ്സ് നോക്കാം. എ പീസ് റേറ്റ് സിസ്റ്റം 1885, അതുപോലെ തന്നെ ഷോപ്പ് മാനേജ്മെന്റ് 1903, ആർട്ട് ഓഫ് കട്ടിംഗ് മെറ്റൽസ് 1906, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ഓക്കെ, 1910-11 ആകുമ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഇതിനെ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ദ ടെസ്റ്റിമണി ബിഫോർ ദ സ്പെഷ്യൽ കമ്മിറ്റി ഓഫ് ഹൗസ് ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് 1952. ഇത് അദ്ദേഹം കൊടുത്തൊരു ടെസ്റ്റിമണിയാണ്. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ലോകസഭയെ പോലെയുള്ള അമേരിക്കയിലുള്ള ഒരു ബോഡിയാണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ അവർ ഇപ്പം നമ്മൾ ലോകസഭ ഒരു സ്പെഷ്യൽ കമ്മിറ്റികളൊക്കെ വെക്കുമല്ലോ, അതുപോലെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണ് വെച്ചതെന്ന് നമ്മൾ പിന്നീട് നമുക്ക് നോക്കാം. ഇത് ഈ മെത്തേഡിന്റെ ക്രിറ്റിസിസത്തിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അപ്രോച്ച് എന്തുകൊണ്ടാണ്, കോണ്ടെക്സ്റ്റ് എന്തുകൊണ്ടാണെന്ന്. അവിടെയുള്ള
ഇൻഡസ്ട്രിയൽ ഇഷ്യൂസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് അതിൻ്റെ ഈ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് മെയിനായിട്ട് ഇദ്ദേഹം എടുക്കുന്നത്. ഇത് വേറൊരു കോണ്ടെക്സ്റ്റും കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ നടക്കുന്നത് ജർമ്മനി, അതുപോലെ ഫസ്റ്റ് നടക്കുന്നത് അമേരിക്കയിലാണ്, അതുപോലെ തന്നെ പിന്നീട് യൂറോപ്പിലേക്ക് ഇത് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. എവിടെയാണ് നടക്കുന്നത്? ഒരു മോഡേൺ കൺട്രീസിലാണ് അല്ലേ, ആ സമയത്തുള്ള രാജ്യങ്ങൾ, അതായത് എന്താ പറയുക, ഇമ്പീരിയലിസ്റ്റ് കൺട്രീസിലാണ്. ഇവർക്ക് ഒരുപാട് കോളനികളുണ്ട്. ആ കോളനികൾക്കൊക്കെ പ്രൊഡക്ട്സ് ഇവർക്ക് കൊടുക്കണം. അപ്പം അത് എന്ത് വേണം? നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറീസ് വേണം. ഓക്കെ, ഇത് ആക്ച്വലി എന്താണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ രാജ്യത്തെ മറ്റ് കോളനിവൽക്കരിക്കപ്പെട്ട രാജ്യങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയധികം പ്രൊഡക്റ്റുകൾ ഹയർ എഫിഷ്യൻസിയിൽ ഇവർ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തീരാണ് ആക്ച്വലി ഇത്. പിന്നീട് അത് റഷ്യയൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. റഷ്യയും അവരുടെ ഒരു അഗ്രികൾച്ചർ എക്കണോമിന്ന് വളരെ വേഗം ഇൻഡസ്ട്രിയൽ എക്കോണമി ആവാൻ വേണ്ടിയിട്ടും ഈ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇത് നമുക്ക് എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ് ബേസിക് പ്രിൻസിപ്പിൾസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ്, ഡെവലപ്മെന്റ് ഓഫ് എ ട്രൂ സയൻസ് ഓഫ് വർക്ക്. ഓക്കെ, ടൈലർ പറയുന്നത് ഓരോ വർക്കിനും ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വർക്കും ഒരു യൂണിറ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കിന് ഒരു യൂണിറ്റായിട്ട് അതിനെ ബൈഫർക്കേറ്റ് ചെയ്യാം. അപ്പം ആ യൂണിറ്റായിട്ട് ബൈഫർക്കേറ്റ് ചെയ്തിട്ട് ഓരോ യൂണിറ്റ് വർക്കും അത് ചെയ്യേണ്ട ഒരു ബെസ്റ്റ് വേ ഉണ്ട്. ആ ബെസ്റ്റ് വേ എങ്ങനെയാണെന്ന് കണ്ടെത്തുക, എന്നിട്ട് അത് ആ രീതിയിൽ എല്ലാവരും ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു പറമ്പ് കളിക്കാൻ കുറച്ച് ആൾക്കാരെ ഒരു പറമ്പിലേക്ക് വിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ 10 ആൾക്കാരെ വിട്ട് കഴിഞ്ഞാൽ 10 ആൾക്കാർ 10 തരത്തിലായിരിക്കും അല്ലേ. ഒരാൾ ഇടത്തോട്ട് നിന്നിട്ടായിരിക്കും, ഒരാൾ വലത്തോട്ട് നിന്നിട്ടായിരിക്കും, ഒരാൾ നടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യും, ഒരാൾ ബാക്കിന്ന് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് കുത്തുന്ന രീതിയിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. ആ 10 ആൾക്കാർ ഒരു ജോലി ചെയ്യണമെങ്കിൽ 10 ആൾക്കാർ ഒരേ മെത്തേഡിലായിരിക്കണം ചെയ്യേണ്ടത്. ആ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെത്തേഡ് കണ്ടെത്തണം. ഓക്കെ, ആ കണ്ടെത്താൻ എങ്ങനെ വേണം? ഒരുപാട് ട്രഡീഷണൽ ആയിട്ട് നമുക്ക് നോളജ് ഉണ്ടായിരിക്കും. ആ ട്രഡീഷണൽ നോളജ് പരമാവധി അക്യുമുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പല തരത്തിലുള്ള ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്യാം. എന്നിട്ട് അതിനൊക്കെ എന്താ പറയുക, അപഗ്രഥിച്ചിട്ട് ഒരു ബെസ്റ്റ് വേ നോക്കിയിട്ട് അനുസരിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമ്പ് റൂൾ മെത്തേഡ് എന്ന് പറയും. തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇതാണ് റൂൾ ഓഫ് തമ്പ്. ഓക്കെ, ഇങ്ങനെ ചെയ്യണം എന്ന് ഒരു ഓഫീസിലെ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ഒരു പറച്ചിലുണ്ടായിരിക്കും. അപ്പോൾ ആൾക്കാർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ അത് ഫോളോ ചെയ്യും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെ തന്നെ ജോലി ചെയ്യുക. അതിന് പിന്നീട് അതിൻ്റെ മെത്തേഡിനെ മാറ്റാനോ മറിക്കാനോ അതൊന്നും നമ്മൾ നോക്കി നമ്മുടെ രീതിയിൽ ജോലി ചെയ്യുക. ഓക്കെ, അതല്ല മെത്തേഡ്. ഒരു ജോലി ചെയ്യണതിന് ഇന്ന പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടാണ് ജോലി ചെയ്യേണ്ടത്. ഓക്കെ, ഒരു മൂവ്മെൻറ്റും ഓരോ വർക്കർ എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ ഷവല് പിടിക്കണം, ഓക്കെ, എങ്ങനെ എന്താ പറയുക, മറ്റേ പ്രൊഡക്ഷൻ ലൈനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒക്കെത്തിനും ഒരു സയൻറ്റിഫിക് മെത്തേഡ് കണ്ടെത്തുക. ഓക്കെ, അതാണ് ഡെവലപ്മെന്റ് ഓഫ് എ ട്രൂ സയൻസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. ദിസ് കൺസെപ്റ്റ് ഇൻവോൾവ്സ് ബ്രേക്കിംഗ് ഡൗൺ ടാസ്ക് ഇൻ ടു ദെയർ ഫണ്ടമെന്റൽ എലമെന്റ്സ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ക്ലിയർ, measurable and optimized methods to increase productivity and efficiency. It emphasizes the application of scientific method to improve the work process. He further believed that there is one best way of doing every job. This can be achieved by systematic study of any work and replacing the old thumb rule method by developing a scientific method. This requires gathering mass of traditional knowledge, recording it, tabulating it, in many cases finally reducing it into rules and even mathematical formula. ഓക്കെ, ഇത് ഒരു പ്രിൻസിപ്പിൾ. അടുത്ത പ്രിൻസിപ്പിൾ, സയന്റിഫിക് സെലക്ഷൻ ഓഫ് പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഓഫ് വർക്ക്മെൻ. ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിലും ഇത് സയന്റിഫിക് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യണം. ഓരോരുത്തരുടെ എന്താ പറയുക,
ആ ജോലി ചെയ്യാൻ എന്താണ് ജോലി എന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കും. ആ ജോലി ചെയ്യാൻ ഏത് ടൈപ്പ് ആൾക്കാരനെ വേണം, ഏത് ഫിസിക്കൽ അപ്പിയറൻസ് ആണ് അവർക്ക് വേണ്ടത്, എന്ത് മെൻ്റൽ അപ്പിയറൻസ് ആണ് വേണ്ടത്, ഇതൊക്കെ ഇദ്ദേഹം തീരുമാനിക്കാന്നല്ല, അത്തരത്തിലൊരു എന്താ പറയുക, ഡെലിബറേഷൻ ആവശ്യമാണ് ഒരാളെ സെലക്ട് ചെയ്യുന്നതിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഒരു പിഗ് അയൺ, ഇരുമ്പിൻ്റെ ഒക്കെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അയാളൊരു ഒരു ഡമ്പായിരിക്കണം എന്നാണ് ഇവർ, അയാളൊരു ഇഡിയറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു കാളയെ പോലെ, ഒരു കാളയുടെ മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തി ആയിരിക്കണം, ഏത് നേരം പണിയെടുക്കുക എന്നുള്ള. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, പണ്ടത്തെ കാലത്തെ ആണെന്ന് ഒരു 100-120 കൊല്ലം മുമ്പാണ് ഇദ്ദേഹത്തൊക്കെ എഴുതുന്നതെന്ന് കൂടി മനസ്സിൽ വേണം. ഓക്കെ, ഇതിനൊക്കെ പിന്നീട് വിമർശിച്ചിട്ടാണ് പുതിയ മാനേജ്മെന്റ് തിയറികൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആരെയും അങ്ങനെ സെലക്ട് ചെയ്യില്ല അല്ലേ. ഒരു ഇഡിയറ്റ് ആയിരിക്കണം, അയാൾക്ക് വേറെ അംബീഷനൊന്നും ഉണ്ടാവരുത്, ഒരു കാളനെ പോലെ വർക്ക് ചെയ്യണം, അയാളെ നമ്മൾ എന്ത് ചെയ്യും, ഈ പിഗ് എന്നുള്ള മീൻസ് ആ ഫാക്ടറിയിൽ ഇരുമ്പിൻ്റെ പണിക്ക് ജോലിക്ക് എടുക്കുക, അങ്ങനെയല്ല നമ്മൾ എടുക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ളൊരു അപ്രോച്ച് ആദ്യമായിട്ട്, അതായത് ഒരു വർക്കിന് യോജിച്ച ആൾക്കാർ. ഇപ്പോൾ വേറൊരു കാര്യം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നുമെങ്കിലും ഒന്ന് ആലോചിച്ച്, ചില സ്ഥലങ്ങളിൽ ഹൈറ്റുള്ള ജോലികൾ ആൾക്കാർ ആവശ്യമായിരിക്കും. എന്തെങ്കിലും ഉയർത്തി വെക്കാനുള്ള ജോലികൾ ഉണ്ടായിരിക്കും, എടുത്ത് പൊക്കി ഉയർത്തി വെക്കാനുള്ള ജോലി. അപ്പോൾ അതിൽ ഉയരക്കുറവുള്ള ആൾക്കാരാണെങ്കിൽ, ഇവൻ വളരെ ചെറിയ ഉയരക്കുറവാണെങ്കിൽ കൂടി അവർക്കത് പൊന്തിച്ച് വെക്കുമ്പോൾ ഒരുപാട് എനർജി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, അവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും ചെയ്യും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഒക്കെ അയാൾ പറയുന്നത് തെറ്റാണെന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഇപ്പോഴും ഇതേ മെത്തേഡ് പല ജോലിക്കും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സ്ത്രീകളെ അവർ പണിക്ക് ജോലിക്ക് വിളിക്കുമ്പോൾ അത് വർക്ക് ആക്ച്വലി മീൻസ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. മനസ്സിലായോ? സെലക്ട് ചെയ്യണതിൽ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അടുത്തത് ബ്രിങ്ങിങ് ടുഗദർ ഓഫ് സയൻസ് ഓഫ് വർക്ക് ആൻഡ് സയൻറ്റിഫിക്കലി സെലക്റ്റഡ് വർക്കേഴ്സ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യണം. ആദ്യം പറഞ്ഞ ട്രൂ സയൻസ് ഓഫ് വർക്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബെസ്റ്റ് വേ ഓഫ് മെത്തേഡ്, ബെസ്റ്റ് വേ ഓഫ് വർക്ക് അത് നമ്മൾ കണ്ടെത്തി. രണ്ട്, അത് ചെയ്യാനുള്ള മോസ്റ്റ് ആപ്റ്റ് പേഴ്സൺ നമ്മൾ അയാളെ കണ്ടെത്തി. ഇനി വേണ്ടത് ഇത് രണ്ടും കൂടി സംയോജിപ്പിക്കുക. അതായത് ഈ ബെസ്റ്റ് സ്യൂട്ടഡ് പേഴ്സണെ കൊണ്ട് ഈ സയൻറ്റിഫിക്കലി എന്താ പറയുക, സെലക്റ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക്കലി അപ്രോച്ച് ചെയ്തിട്ടുള്ള മെത്തേഡിൽ ജോലി ചെയ്യിക്കാം. ഇത് ഒരു മാനേജ്മെൻറ്റിൻ്റെ എക്സ്ക്ലൂസീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ടൈലർ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വർക്ക് വളരെ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള സയൻറ്റിഫിക് മെത്തേഡ് വിവരിച്ചു. എന്നിട്ട് ആ വർക്ക് ഏത് വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു. അതിനുശേഷം ആ തരത്തിലുള്ള ആളെ ഇൻ്റർവ്യൂ ചെയ്ത് എടുത്തു. ഓക്കെ, അതിനുശേഷം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തു. ഓക്കെ, ഇതാണ് തേർഡ്. അടുത്തത് ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ബിറ്റ്വീൻ വർക്കർ ആൻഡ് മാനേജ്മെൻറ്റ്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, യൂഷ്വലി പണ്ടത്തെ കാലത്ത് എന്ത് വർക്ക്, ഇപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ആയില്ല, ആ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മെയിനായിട്ട് വർക്കേഴ്സിനോടാണ് പറയാം. നിങ്ങൾ എന്താണ് ഇത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കാനത്? റെസ്പോൺസിബിലിറ്റി എപ്പോഴും വർക്കേഴ്സിൻ്റെ മുകളിലാണ്. ടൈലർ പറയുന്നത് അതല്ല. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർക്ക് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർക്ക് ഡിഫക്റ്റ് ആണെങ്കിൽ, വേണ്ടത്ര ക്വാളിറ്റി ഇല്ലെങ്കിൽ, അത് വർക്കറുടെ മാത്രം പ്രോബ്ലം അല്ല, അത് മാനേജ്മെൻറ്റിൻ്റെയും കൂടി പ്രോബ്ലമാണ്. ഇത് രണ്ടും അത് ഇത്തരത്തിലുള്ള ഏതൊരു വർക്കും മാനേജ്മെൻറ്റും വർക്കേഴ്സും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ഇവർ രണ്ടുപേരും പരസ്പരം കോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു വർക്കേഴ്സ് മാനേജ്മെൻറ്റ് കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ആ വർക്കിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ഡിവിഷൻ, വർക്കിൽ ഡിവിഷൻ ഉണ്ട്, പക്ഷെ ആ മൈൻഡ് സെറ്റിൽ അത്തരത്തിലുള്ള ഒരു ഡിവിഷൻസ് ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് വർക്ക് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, ഇതിൻ്റെ രണ്ടിൻ്റെയും കാര്യം വരുമ്പോൾ. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള 4 പ്രിൻസിപ്പിൾസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഇത് പറഞ്ഞത് മനസ്സിലായോ?
ഓക്കെ. അടുത്തത് ഇത് 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 മാത്രമല്ല, കുറച്ചും കൂടി വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കൺസേൺസ് ഉണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. കുറച്ച് രസകരമാണ്. ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വളരെ ഏർലി സ്റ്റേജിലുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ന്യൂനതകളൊക്കെ ഇതിനുണ്ടായിരിക്കും. പക്ഷേ ഇത് ക്ലാസിക്കലാണ്. അതായത് ഏറ്റവും ആദ്യം ഉണ്ടായ മാത്രമല്ല വളരെ ബേസിക് പ്രിൻസിപ്പിളുള്ള ഒരു അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അതിൻ്റെ സീരിയസിൽ എടുത്ത് പഠിക്കണം. ഓക്കെ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ അതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് മറ്റേ ഫയൽ ഇതിലുണ്ട് കേട്ടോ, NPA-12 ബുക്കിലുണ്ട്. അത് മുഴുവൻ പഠിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ആ വാക്കുകൾ മാത്രം എഴുതിയെടുത്ത് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ. ഫസ്റ്റത്തെ മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ടൈലർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു ഇതുണ്ടല്ലോ, വർക്കറും മാനേജ്മെൻറ്റും തമ്മിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും. ആ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സർപ്ലസ് റിസോഴ്സസ് എങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ വർക്കറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേജ് ആയിട്ട് ഈ സർപ്ലസ് ഒന്ന് വളരെ കൂടുതൽ കിട്ടാൻ വർക്കേഴ്സ് ആഗ്രഹിക്കും. എന്നാൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, പരമാവധി പ്രോഫിറ്റ് ആക്കി മാറ്റിയിട്ട് വേജ് വളരെയധികം കുറച്ച് ആക്കിയിട്ട് പ്രോഫിറ്റ് കൂട്ടാനും ശ്രദ്ധിക്കും. ഇതാണ് ഒരു കോൺഫ്ലിക്റ്റ്. ഓക്കെ. അപ്പോൾ ടൈലർ പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ചീപ്പ് ഫൈറ്റിലേക്ക് പോകരുത്. പകരം കമ്പനിയുടെ മൊത്തം സർപ്ലസ് കൂട്ടാൻ, കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ടുപേരും, മാനേജ്മെൻറ്റും വർക്കേഴ്സും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കാം. ഓക്കെ. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോയിന്റിലെത്തും. ആ സമയത്ത് നമുക്ക് അങ്ങനെ അത്തരത്തിലൊരു ചീപ്പ് ഫൈറ്റിൻ്റെ ആവശ്യമേ ഇല്ലാത്ത അത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫൈറ്റിൻ്റെ ആവശ്യം പിന്നെ വരില്ലെന്ന്. അതായത് തൊഴിലാളികൾക്ക് വേണ്ടത് തൊഴിലാളികൾക്ക് കിട്ടും, മുതലാളിക്ക് വേണ്ടത് മുതലാളിക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിലൊരു ഫൈറ്റ് ഇല്ലാത്തത്രയും ഒരു സർപ്ലസ് ഇതിൽ കിട്ടുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിയറി. എന്താ പറയുക, എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം അല്ലേ? അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു തിയറി. അതാണ് മെൻ്റൽ റെവല്യൂഷൻ. ഈ മെൻ്റൽ റെവല്യൂഷൻ ആർക്കുണ്ടാവണം? മുതലാളികൾക്കും ഉണ്ടാവണം, അതുപോലെ തന്നെ തൊഴിലാളികൾക്കും ഉണ്ടാവണം. ഓക്കെ. അതാണ് മെൻ്റൽ റെവല്യൂഷൻ. അടുത്തത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. എക്വിലിബ്രിയം പോയിന്റ്. അത് പക്ഷെ ഒന്ന് ആലോചിച്ചൊക്കെ, എപ്പോഴെങ്കിലും ഒരു മുതലാളി ഓക്കെ എത്ര കിട്ടിയാലും ഈ ലാഭത്തുനിന്ന് ഒക്കെ ഇനി തൊഴിലാളികൾക്ക് വേണ്ടത്രയും പ്രോഫിറ്റ് അവർക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഇന്നത്തെ നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെയല്ലല്ലോ കാണുന്നത്. വളരെ നേരോ മാർജിനിലാണ് ഇന്നത്തെ തൊഴിലാളികൾ, ഇന്നത്തെ 100 കൊല്ലം മുമ്പത്തെ വിടും, ഇന്നത്തെ തൊഴിലാളികൾ ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു തമാശയാണ്. അത് പക്ഷെ പഠിച്ച് ഇന്ന് മാത്രം മതി. അടുത്തത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് ഒരു ജോലിക്കാരന് ഒരു ബോസാണ് ഉണ്ടാവുക. ഒരു 10 സ്റ്റാഫുകൾക്ക് ഉണ്ടെങ്കിൽ ആ 10 സ്റ്റാഫുകൾക്ക് ഒരു മാനേജർ. അതിനുശേഷം ആ മാനേജർ അതുപോലത്തെ ഒരു 10 മാനേജർമാരെ ഹാൻഡിൽ ചെയ്യാൻ വേറൊരു മാനേജർ. അത്തരത്തിൽ ഒരു വ്യക്തിക്ക് ഒരു ബോസ് എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ഫങ്ഷനാണ് ഇതിൽ നടക്കുന്നത്, ആ ഓരോ ഫങ്ഷനും ഫോർമാൻഷിപ്പ് വേണം. അപ്പോൾ ഉദാഹരണത്തിന് ഡിസിപ്ലിൻ ആ ഫ്ലോറിലെ കംപ്ലീറ്റ് ഡിസിപ്ലിൻ നോക്കാൻ ഒരു ഫോർമാൻ. അതുപോലെ തന്നെ വർക്കിൻ്റെ ഡിസൈൻ, അത് ഏത് രീതിയിൽ വേണം, എങ്ങനെ നടക്കണം, അതിന് ഒരു ഫോർമാൻ. അങ്ങനെ ഏകദേശം 8ഓളം ഫോർമാൻമാർ വേണം ഒരു വർക്ക്. അതെന്തിനാണ് ഇത്ര നാരോ ഡൗൺ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഫോർമാനെ അല്ലെങ്കിൽ ആ സൂപ്പർവൈസർക്ക് അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ അത്രയും ഡീപ്പ് നോളജും ഡീപ്പ് സ്കില്ലും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഇപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് ഡിസിപ്ലിൻ മാത്രം നോക്കുന്ന ആളാണ്. അപ്പോൾ ആ ഡിസിപ്ലിൻ നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു തൊഴിലാളിയെ ഡിസിപ്ലിൻ ചെയ്യേണ്ടത്, അവരുടെ ഷിഫ്റ്റ് അഡ്ഹെയർ ചെയ്യുന്നുണ്ടോ, അവർ കറക്റ്റായിട്ടാണോ വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നുണ്ടോ, അങ്ങനെ ലീവ് എടുക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങനെ മാനേജ് ചെയ്യണം,
ഓക്കെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആൾക്കാരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ടോ, ബിഹേവ് ചെയ്യുന്നില്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ആ കംപ്ലീറ്റ് ഡൊമൈനിലും നല്ല സ്കില്ലുള്ള ഒരു വ്യക്തിയായിരിക്കണം ഡിസിപ്ലിൻ മാനേജ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരാൾ ചിലപ്പോൾ ഇവർ ചെയ്യുന്ന വർക്കായിരിക്കും, ഒരു മെറ്റൽ കട്ടിങ് ആണെങ്കിൽ അപ്പോൾ കറക്റ്റായിട്ടാണോ ഇവർ കട്ട് ചെയ്യുന്നത്, കറക്റ്റായിട്ടാണോ അതിൻ്റെ ടൈമിങ് നോക്കുന്നത്, ഈവൻ ടൈമിങ്ങിന് വേറെ ആൾ, വർക്ക് കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്ന് നോക്കാൻ ഒരാൾ, അത് കറക്റ്റ് സമയത്താണോ ചെയ്യുന്നത് നോക്കാൻ വേറൊരാൾ. ഓക്കെ, അങ്ങനെ ഏകദേശം 8 സൂപ്പർവൈസർമാരുടെ കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് ഫോർമാൻ ഉള്ളത് തന്നെയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. അടുത്തത് വർക്ക് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെന്റ്. ഇത് നേരത്തെ പറഞ്ഞ വർക്കിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വർക്കുകൾ ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് ഒരു വർക്ക്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഷവൽ യൂസ് ചെയ്യുന്ന വർക്കാണ് നോക്കുക. അപ്പോൾ അയാൾ ഷവൽ ഈ കോളിൽ കുത്തുന്നു, അത് പൊന്തിക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും കൊട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ മറ്റേ സംഭരണി ഉണ്ടാവില്ല അതിലേക്ക് ഇടുന്നോ, അങ്ങനെ അത്തരത്തിൽ ഓരോന്നിനും കട്ട് ചെയ്യാം. അപ്പോൾ ഇയാൾ ഷവൽ കുത്തുന്നതൊന്ന്, പൊന്തിക്കുന്നതൊന്ന്, ഇടുന്നതെന്ന്, അങ്ങനെ തരത്തിൽ 3-4 യൂണിറ്റ് ആയിട്ട് തരംതിരിച്ചിട്ട് അത് എങ്ങനെ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ വർക്ക് മെഷർമെന്റ്, സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഇതെല്ലാത്തിനും കൂടിയിട്ട് ഇദ്ദേഹം എത്ര സമയം എടുക്കുന്നുണ്ട്, എത്ര സമയം അങ്ങനെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ പുതിയത് കോൾ സെന്ററിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് AHT എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ആവറേജ് ഹാൻഡ്ലിംഗ് ടൈം. അപ്പോൾ ആവറേജ് ഹാൻഡ്ലിംഗ് ടൈം എങ്ങനെ കണക്കാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു വർക്ക് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് എത്ര സമയം വേണം അത് ഓൾറെഡി സ്റ്റോപ്പ് വാച്ച് എടുത്ത് ചെയ്യും. അപ്പോൾ നമുക്കറിയാലോ ഷവൽ കുത്തുമ്പോൾ ഒരുപാട് നമ്മൾ വേഗത്തിൽ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് 8 മണിക്കൂറോളം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് അയാൾ ക്ഷീണിക്കും. അപ്പോൾ അയാൾക്ക് അവസാനം എത്തുമ്പോൾ അയാൾ വളരെ സ്ലോ ആക്കും. ഓക്കെ, ഇനി വളരെ മെല്ലെ ചെയ്യുകയാണെങ്കിലും അതും കമ്പനിക്ക് ഒരു ഗുണമില്ല. അപ്പം അതിന് ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് കാലിബ്രേറ്റ് ചെയ്യുന്ന വളരെ യുണീക്കായിട്ടുള്ള ഒരു സമയമുണ്ട്. ഒരു വ്യക്തിക്ക്, ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഇത്ര സമയം ഷവൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവർ കണ്ടെത്തുക. അതെങ്ങനെ കണ്ടെത്തുക, ഇങ്ങനെ ടാബുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ട് അവരുടെ റെക്കോർഡ് എടുത്ത് അത് ഡാറ്റ ടാബുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എന്നിട്ട് അവസാനം കണ്ടുപിടിക്കും, ഓക്കെ ഒരു ഷവൽ കുത്താൻ ഇത്ര സമയം വേണം എന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വർക്കിനെ മെഷർ ചെയ്യുക, അവർ ചെയ്യുന്ന വർക്കിനെ മെഷർ ചെയ്യുക, ആ വർക്കിനെ ഡിവൈഡ് ചെയ്ത് യൂണിറ്റ് ആക്കിയിട്ട് അതിന് സയന്റിഫിക് അപ്രോച്ച് കണ്ടെത്തുക. നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൂൾസ്. ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് ഞാൻ ഈ ഷവലിന്റെ ഒക്കെ ഉദാഹരണം പറയുന്നത് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഇതാണ്. അവിടെ പല തരത്തിലുള്ള ഷവലുണ്ട്. ഇത്ര ഒരു 22 പൗണ്ട് മുതൽ 38 പൗണ്ട് വരെ ഉള്ള ഒരു ഒറ്റ കോരലിന് 22 പൗണ്ട് മുതൽ 38 വരെ ഡീവിയേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള ടൂളുകളുണ്ട്. അപ്പൊ ഇതിൽ ഏത് ടൂൾ ഉപയോഗിക്കണം, അതിനും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. വളരെ ചെറിയ ടൂൾ ഉപയോഗിക്കുമ്പോൾ എന്തായിരിക്കും, അദ്ദേഹത്തിന് കൂടുതൽ നേരം ചെയ്യാൻ പറ്റും, പക്ഷെ അത് എത്ര ഇങ്ങനെ സ്പീഡിന് കൂട്ടാനൊരു പരിധി ഉണ്ടല്ലോ. അതുപോലെ തന്നെ വളരെ കുറവ് ആണ് എടുക്കാൻ പറ്റുന്നുള്ളൂ, വളരെ കുറവ് ആണ് അതിൽ കോരി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ചെറിയത് ഉപകാരം ഉണ്ടാവില്ല. വളരെ ചെറിയതിനാകുമ്പോൾ വളരെ കുറച്ച് കിട്ടും, പക്ഷെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ വളരെ വലുതാകുമ്പോൾ എന്താ ഉണ്ടാവുക, വളരെ കൂടുതൽ അതിൽ വോളിയം കിട്ടും, പക്ഷെ അതൊരു സ്റ്റേബിളായിട്ട് ഒരു വർക്കറിന് ചെയ്യാൻ പറ്റില്ല. അതിലും ഒരു എന്താ പറയുക, കാലിബ്രേറ്റ് ചെയ്തിട്ട് അതിനൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വോളിയം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ അങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക ടൂൾസിനെ മുഴുവൻ. അങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ഔട്ട്പുട്ട് കിട്ടും, കൂടുതൽ വോളിയം ഒരു വർക്കർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പിഗൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. ടാസ്ക് പ്രിസ്ക്രിപ്ഷൻ, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ഇതിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു തൊഴിലാളി വന്നിട്ട് അദ്ദേഹത്തിന്റെ മനോഗതത്തിനനുസരിച്ചിട്ടല്ല ജോലി ചെയ്യേണ്ടത്. അദ്ദേഹം ജോലിക്ക് കയറുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു കടലാസിൽ എഴുതി കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫോർമാൻ അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്തിരിക്കണം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ മൈന്യൂട്ട് സെക്കൻഡിലും അദ്ദേഹം എങ്ങനെ ആക്ട് ചെയ്യണം എന്ന്
കൃത്യമായിട്ട് ഒരു ശാസ്ത്രീയ രീതിയുണ്ട്. ഈ ശാസ്ത്രീയ രീതി ഇദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കലാണല്ലോ നമ്മൾ ബേസിക് പ്രിൻസിപ്പിളിൽ പറഞ്ഞത്. അതേപോലെ തന്നെ ഡെയിലി വരുമ്പോൾ ചിലപ്പോൾ ടാസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പോൾ ആ ടാസ്ക് എങ്ങനെ ചെയ്യണം, അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ എഴുതി തയ്യാറാക്കണം എന്നാണ് പുസ്തകത്തിലുള്ളത്. മേ ബി ബ്രീഫ് ചെയ്താലും മതിയായിരിക്കും. പക്ഷെ അത് ഒരു ലേബറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് അവെയർ ആയിരിക്കണം അദ്ദേഹം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് സ്കീംസ്. ഇൻസെൻറ്റീവ് സ്കീംസ് എന്ന് പറഞ്ഞാൽ ഇത് എഫിഷ്യൻസി, കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു ഒരു ഫിക്സഡ് സാലറി ആണെങ്കിൽ കൂടുതൽ ജോലി ചെയ്യണമെന്ന് ഒരാൾക്കും മോട്ടിവേഷൻ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു പോയിന്റിന് അപ്പുറത്തേക്ക് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും കൂടുതലായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ. അടുത്തത് വർക്ക് ആസ് ആൻ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി. ഇതും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. വർക്ക് എപ്പോഴും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ല, അതൊരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആണ് എന്ന് ടൈലർ ഉറച്ച് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരിൽ ഇൻഫ്ലുവൻസ് ചെയ്യും, ഇവരുടെ പേഴ്സണൽ മോട്ടിവേഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മനുഷ്യൻ ഒരു എക്കണോമിക് മാനായിട്ടാണ് കാണുന്നത്. നമ്മൾ ജോലിക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ജോലിക്ക് പോവുക, അപ്പോൾ കൂടുതൽ ജോലി ചെയ്ത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇൻസെൻറ്റീവ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ജോലി ചെയ്ത് കൂടുതൽ പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ബേസിക് മോട്ടിവേഷൻ. ഇവർ കുറേ ആൾക്കാർ കൂടുകയാണെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതൊക്കെ പറയും. അപ്പോൾ ഇവർക്ക് അതിൻ്റെ മോട്ടിവേഷൻ പോവും എന്നാണ് ടൈലർ പറയുന്നത്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ. ടൈലർക്ക് ട്രേഡ് യൂണിയൻ തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. അദ്ദേഹം പറയുന്നത് ട്രേഡ് യൂണിയൻ്റെ ആവശ്യമില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെൻ്റൽ റെവല്യൂഷൻ, ആ മെൻ്റൽ റെവല്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? തൊഴിലാളിക്ക് വേണ്ട അത്രയും പണം, മാനേജർമാർക്ക് അല്ലെങ്കിൽ മുതലാളിക്ക് അത്രയും പണം. അപ്പോൾ പിന്നെ ഈ ട്രേഡ് യൂണിയൻ്റെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് തിങ്കിങ്. ഈ സയൻറ്റിഫിക് ആയിട്ട് ഉള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. സയൻസ് പോലെ തന്നെ വളരെ പ്രോപ്പറായിട്ടുള്ള നിയമങ്ങൾ, റൂൾസ് ഒക്കെ ഈ മാനേജ്മെൻറ്റിൽ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് വർക്ക്. ഇപ്പോൾ ഡിവിഷൻ ഓഫ് വർക്കും ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, തൊഴിലാളികളുടെ വർക്ക് എന്താണ്, പ്ലാൻ എന്താണ്, രണ്ട് മെയിനായിട്ട് അങ്ങനെയാണ്. പ്ലാൻ ചെയ്യുന്ന ഒരു വർക്ക്, ചെയ്യുന്ന ഒരു വർക്ക്, പ്ലാനേഴ്സ് ആൻഡ് ഡൂവേഴ്സ്. ഓക്കെ. അത് രണ്ടും തമ്മിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിവിഷൻ. ഒരു മിനിറ്റ്. ഓക്കെ, സോറി. അപ്പോൾ ഈ അത്തരത്തിലുള്ളൊരു ഡിവിഷൻ, പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുടെ പ്ലാൻ ചെയ്യുന്നത്, അതുപോലെ മറ്റ് ആക്ച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വർക്ക്, അതിനൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്രോച്ച്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ എത്ര പേര് സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് മുന്നേ പഠിച്ചിട്ടുണ്ട്? ഓക്കെ. ഫയോൾഡ് നമുക്ക് പഠിക്കാം. അടുത്തതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ഇത് ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പം നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. സയന്റിഫിക് മാനേജ്മെന്റ് മൂവ്മെന്റ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ഇത് ആദ്യം ഇദ്ദേഹത്തിന്റെ തിയറീസൊക്കെ അത്ര കണ്ട് ഫേമസ് ആയില്ല എങ്കിലും കൂടി 900-ന് ശേഷം ഇത് വലിയ പ്രചാരം നേടുകയും എല്ലാവർക്കും ഇതിൽ വലിയ ഇൻട്രസ്റ്റ് തോന്നും. പല രാജ്യങ്ങളും ഇത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. പല രാജ്യങ്ങളും പല കമ്പനികളും ഇത് അഡോപ്റ്റ് ചെയ്തു. ഓക്കെ. പിന്നീട് ഇതൊരു എന്താ പറയുക, ഒരു മൂവ്മെന്റ് ആയിട്ട് മാറി. ഇദ്ദേഹത്തിന് തന്നെ ലൂയിസ് ബ്രാൻഡിയസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആദ്യം സയന്റിഫിക് മാനേജ്മെന്റ് എന്നുള്ളൊരു വേർഡ് തന്നെ ഉപയോഗിച്ചത്.
ഓക്കെ, ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ആദ്യം കൂടുതൽ പ്രചാരത്തിൽ വന്നത് അമേരിക്കയിലാണ്. പിന്നീട് ഇത് ഈ ജർമ്മനി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, സ്വീഡൻ അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിലേക്ക് മാറി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലെ, ഒക്കെ ഒരു മോഡേൺ കൺട്രീസിലെ ഒരുപാട് ഫാക്ടറികളൊക്കെ ഉള്ള അന്നത്തെ കമ്പനികളിലാണ് ഇത് വലിയ പ്രചാരത്തിലായത്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ബോൾഷെവിക് റെവല്യൂഷൻ നടന്നതിന് ശേഷം റഷ്യയിൽ ഇത് അഡോപ്റ്റ് ചെയ്യേണ്ടായി. അതിൽ ലെനിൻ പറഞ്ഞ ഒരു വാക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ചിലപ്പോൾ എന്തെങ്കിലും എന്താ പറയാ കോട്ട് ചോദിച്ചാൽ ഒന്ന് നോട്ട് ചെയ്തേക്ക്. എ കോമ്പിനേഷൻ ഓഫ് സട്ടിൽ ബ്രൂട്ടാലിറ്റി ഓഫ് ബൂർഷ്വാസീസ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എ നമ്പർ ഓഫ് ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് സയന്റിഫിക് അച്ചീവ്മെന്റ്സ് എന്നാണ് ടൈലറിന്റെ അപ്രോച്ചിനെ ലെനിൻ വിളിച്ചത്. ഓക്കെ, അടുത്തത് ക്രിറ്റിസിസം ആണ്. വളരെയധികം ക്രിറ്റിസിസം ഉണ്ടാവും. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കും കുറച്ചൊക്കെ ക്രിറ്റിസൈസ് ചെയ്യേണ്ട ഒരു മാനേജ്മെന്റ് അപ്രോച്ചാണ് ടൈലറിൻ്റെതെന്ന്. ഫസ്റ്റ് പ്രോ ക്യാപിറ്റലിസ്റ്റ്, അത് നമുക്കറിയാലോ. ഇത് ആക്ച്വലി ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണ്? എഫിഷ്യൻസി കൂട്ടാനാണ്. എഫിഷ്യൻസി കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണ് ബെനിഫിറ്റ് ഉണ്ടായിരിക്കുക? ഇത് ഇവർക്ക് തന്നെയാണ്. മീൻസ് ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിറ്റിക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ക്രിറ്റിസിസം ഇതിനുണ്ട്. എഗെയിൻസ്റ്റ് ട്രേഡ് യൂണിയൻ എന്നാൽ അത് നമ്മൾ സംസാരിച്ചാലോ അല്ലെ. ഇത് ട്രേഡ് യൂണിയന് എഗെയിൻസ്റ്റ് ആണ്. ഇത് പല സ്ഥലങ്ങളിലും ഇദ്ദേഹം നടത്തിയ പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തിന് വലിയ വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് അമേരിക്കയിൽ ഇത് വലിയ വിഷയമാവുകയും ചെയ്തു. ആ ടെസ്റ്റ് മണി കൊടുത്തത് ഞാനത് വായിക്കാം. ആസ് എ റിസൾട്ട് ദർ were number of agitations by labor unions in America, which led an American Congress in 1912 to appoint a special committee of the House of Representatives to investigate into Taylorism. Trade unions in 1915 succeeded in getting an amendment to the Army Appropriation Act forbidding the use of stopwatches or the payment of premiums or bonuses in army arsenals. ആർമിയിൽ പോലും നിങ്ങളൊരു ജോലി ചെയ്യണതിന് ഒരാൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് പിടിച്ചത് നിൽക്കുന്നുണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ആണ് നിങ്ങളുടെ ഇൻസെൻറ്റീവ് തീരുമാനിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ അത്തരത്തില് വർക്കിനെ അത്രയും മെഷർ ചെയ്യുക, അത്തരത്തിൽ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ട് മെഷർ ചെയ്യുക. മെഷർമെന്റ് ഒക്കെ പോയി എന്ന് വിചാരിക്കരുത് കേട്ടോ. മെഷർമെന്റ് ഒക്കെ പണ്ടേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഉള്ളത് പല ജോലികളിലും. പക്ഷെ അതിനെതിരെ അന്നും ട്രേഡ് യൂണിയന്റെ എന്താ പറയാ ഒരു വിമർശനം, അതിനെ എതിരിടാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, ഇന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊഫസർ റോബർട്ട് ഹോക്സി പറഞ്ഞത് ഹ്യൂമൺ എക്സ്പെക്ട്സ് ഇതിലില്ല. ഒരു ഹ്യൂമൺ ജോലി ചെയ്യുകയാണെന്നുള്ളൊരു വിചാരം ഇദ്ദേഹത്തിനില്ല. ഒരു എന്താ പറയാ ഒരു മനുഷ്യനാണ് ഇത് ജോലി ചെയ്യുന്നത് എന്നുള്ള യാതൊരു വിചാരം ഇല്ലാതെയാണ് ഇദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് അപ്രോച്ച്. ടൈലറിസത്തെ കുറിച്ച് അതുപോലെ സയന്റിഫിക് മാനേജ്മെന്റ് മൂവ്മെന്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചത് ഹാരി ബ്രേവർമാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ലേബർ ആൻഡ് മോണോപോളി ക്യാപിറ്റൽ. ഇതിൽ അദ്ദേഹം ഒരു 2-3 കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ഒരു തൊഴിലാളിക്ക് എതിരാവുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അത് നോക്കി നോക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിസോസിയേഷൻ ഓഫ് ലേബർ പ്രോസസ് ഫ്രം ദ സ്കിൽസ് ഓഫ് ദ വർക്കർ. ഇതില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഒരു വ്യക്തിയുടെ സ്കില്ല് അദ്ദേഹം ട്രഡീഷണൽ ആയിട്ട് അക്വയർ ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, ഇതൊന്നും ഇതിൽ വർക്ക് ചെയ്യില്ല സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ചിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൺ ബെസ്റ്റ് വേ ഉള്ളൂ. നിങ്ങൾ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല, വൺ ബെസ്റ്റ് വേ തന്നെ ചെയ്യണം. ആ അപ്രോച്ച് എങ്ങനെയാണെന്ന് ഓൾറെഡി കമ്പനി മുന്നേ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസിഷൻ വന്നത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലെ. അപ്പൊ മീൻസ് അത് ഒരുപാട് സയന്റിഫിക് അപ്രോച്ചിലൂടെയാണ് അത് വന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തില് ഒരു വ്യക്തിയുടെ പൊട്ടൻഷ്യാലിറ്റി കാണിക്കുന്നൊന്നും ഇതിലില്ല. അതേപോലെ തന്നെ ദ പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേഷൻ ഓഫ് കൺസെപ്ഷൻ ഫ്രം എക്സിക്യൂഷൻ, അതും ഒരു കാര്യമാണ്. അതായത് പ്ലാനിങ് ചെയ്യുന്നത് കംപ്ലീറ്റ് മാനേജ്മെന്റ് ആണ്. Okay, the vacuum by this Deverman refers to the division under the scientific management of manual and mental labor. The implementation of Taylorism leads to a situation where organization of work is prerogative of management
whereas the worker has to simply execute the work. In other words, separation of mind from the hand. Those who work with the hand and those who work with the mind are two separate entities. This result in alienation of labor from the labor process. ഈ ഏലിയനേഷൻ എന്നുള്ളൊരു വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോ, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. കാരണം ഈ ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് വർക്ക് ചെയ്യാണ്, അപ്പോൾ അത് നമ്മുടെ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സാധനം നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു വർക്ക് ഏലിയനേഷൻ ആയിട്ട് മാറും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ചെരുപ്പ് തുന്നുന്ന ഒരാളാണെന്നൊക്കെ, അപ്പം ആ ചെരുപ്പ് തുന്നിയിട്ട് നമ്മൾ തന്നെ ആ ചെരുപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഏലിയനേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങളൊരു ഹയർ എൻഡ് ചെരുപ്പുകൾ തുന്നുകയാണ്, ആ തുന്നുന്ന ചെരുപ്പ് വാങ്ങി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ല എന്ന് വിചാരിക്കാം, അതൊരു ഏലിയനേഷനാണ് വർക്കിന്റെ. നിങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് ഈ പറയുന്നതും. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു വർക്കല്ല അവിടെ ചെയ്യുന്നത്. കമ്പനി വളരെ ക്ലിയർ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, എല്ലാ മൂവ്മെന്റിനും ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ഫോർമാൻ വന്ന് നിങ്ങളോട് പറയും ഈ രീതി ശരിയല്ല എന്ന്. നിങ്ങളുടേതായിട്ടുള്ള ഒന്നും അതിലില്ല. പിന്നെ ഒരു വർക്ക് എങ്ങനെ ചെയ്യണം, ഇപ്പൊ നമ്മള് ടീച്ചേഴ്സിന്റെ ഒക്കെ കാര്യം ഒരു തിയറി കുട്ടികളെ പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടീച്ചേഴ്സിന്റെ ആയിട്ടുള്ള രീതി ഉപയോഗിക്കല്ലേ. അപ്പൊ അങ്ങനെയല്ല, വേറെ ഇന്ന രീതിയിൽ ഇന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്ന് ഒരു മാനേജ്മെന്റ് പറയുകയാണെങ്കിലോ, അപ്പൊ അതിനാണ് ഈ മൈൻഡ്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ മൈൻഡ് അല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. മാനേജ്മെന്റ് എന്ത് തീരുമാനിക്കുന്നു അതേ രീതിയിലുള്ള ലെസൺ പ്ലാൻ തയ്യാറാക്കി നിങ്ങൾ വർക്ക് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അപ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക ഈ ഏലിയനേഷൻ എന്താണെന്ന്. നിങ്ങളുടെ ഒരു വർക്കല്ല നിങ്ങൾ ചെയ്യുന്നത്, വേറെ പല ആൾക്കാരുടെയും മനസ്സിലുള്ള അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് മാത്രം നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു പ്രശ്നമാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ചിലെ. The principle of use of monopoly over knowledge to control each step of the labor process and its mode of execution. ഇതും അതുപോലെ തന്നെയാണ്. ഈ നോളജ് ഇത് ഓൾറെഡി അവെയർ ആണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വർക്കറിനെ സംബന്ധിച്ചുള്ള ഒരു എന്താ പറയുക പൊട്ടൻഷ്യൽ ഇല്ല. ഏത് ആളെ കൊണ്ടും ഇവർക്ക് ആപ്റ്റാവുന്ന ഏതൊരു വ്യക്തിയെ കൊണ്ടും നിങ്ങളെ റീപ്ലേസ് ചെയ്യിക്കാൻ പറ്റും. അതെന്താണ്? അതൊരു മോണോപ്പൊളിയാണ്. ഞാൻ എന്താ പറയാ, ജസ്റ്റ് ഒരു ഹോട്ടലിൽ ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോ ഞാൻ എപ്പോഴോ കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരു അവിടെ മുമ്പ് ഷവർമ ഉണ്ടാക്കിയിരുന്നത്, ഷവർമ അല്ലെങ്കിൽ മറ്റേ എന്താണ് ചിക്കൻ്റെ ഷവായി ചിക്കൻ ഉണ്ടാക്കിയിരുന്നത് ബംഗാളികൾ, ഇവിടുത്തെ നാട്ടിലെ ആൾക്കാരൊക്കെയാണ്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു മസാല പ്രത്യേക ടൈപ്പിൽ മസാല കൂട്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളി സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയൊരു തലവേദന എന്താ വെച്ചാൽ ഇയാൾ അവിടെ നിർത്തേണ്ടതാണ്. കാരണം ഇയാൾക്ക് മാത്രം ആ മസാല അറിയുള്ളൂ. ഇയാള് മസാല കൂട്ടി വെച്ച് ഇത് ചെയ്ത് മാത്രമാണ് ആ ഷവായിക്ക് ആൾക്കാർ വാങ്ങുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇയാൾക്കപ്പോ ബാർഗൈനിങ് പവർ വരും. അപ്പൊ ആള് ചിലപ്പോൾ ലീവ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സാലറി കൂട്ടി തരണം എന്ന് പറയും. ഓക്കെ, അപ്പൊ വലിയ പ്രശ്നമായിരിക്കും. എന്നാൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരേ ടൈപ്പ് മസാല കിട്ടാനുണ്ട് അത്ര മാർക്കറ്റിൽ. അതായത് അതിന്റെ ടേസ്റ്റ് മാറില്ല. എത്ര തവണ മീൻസ് ഇപ്പൊ ഈ ബുധനാഴ്ച ഉണ്ടാക്കിയ അതേ ടൈപ്പ് മസാല തന്നെ നിങ്ങൾക്ക് ഞായറാഴ്ചയും കിട്ടും, തിങ്കളാഴ്ചയും കിട്ടും, എല്ലാം കിട്ടും. ഇത് കൊണ്ടുവന്ന് ആ മസാല കിട്ടിയത് കൊണ്ടുവന്ന് തേച്ച് ചിക്കന്റെ മുകളിൽ തേച്ച് നിങ്ങൾക്ക് ഷവായി ഉണ്ടാക്കാം. അപ്പൊ അതിന് ആരായാലും ഒരു ലേബർ വർക്ക് മാത്രമല്ല അവിടെ ആവശ്യമുള്ളൂ, നിങ്ങളുടെ സ്കില്ല് അവിടെ ആവശ്യമില്ല. മനസ്സിലായോ? മോണോപ്പൊളിയാണ്. ആ മോണോപ്പൊളി ഇങ്ങനെ ലേബറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വർക്കറുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന പണിയാണ് ഈ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച്. ആക്ച്വലി ഇതൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ. സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസിക് തിയറി എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വലിയ വിമർശനങ്ങൾ വന്നെങ്കിൽ കൂടി ഇതേ രീതി ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഞാൻ ഇന്നത്തെ കാലത്ത് ഉള്ളൊരു അപ്രോച്ചാണ് പറയുന്നത് സയന്റിഫിക് മാനേജ്മെന്റ്. ഇത് സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് അല്ലേ. ഇനിയിപ്പോ ഏത് ആള് മാറിയാലും അവിടുത്തെ മസാലയുടെയോ അല്ലെങ്കിൽ ചിക്കന്റെ ടേസ്റ്റോ മാറില്ല. വർക്കറിനെ മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഇയാൾ 2-3 ദിവസം ലീവ് എടുക്കണേ അയാളോട് നാളെ മുതൽ വരണ്ടെന്ന് പറയാം, വേറൊരാളെ കൊണ്ടുവരാം. കാരണം അയാളുടെ സ്കില്ല് മോണോപ്പൊളി ഓവർ ദ നോളജ് ആർക്കാണുള്ളത്? ലേബറിനുള്ളത്. അത് ഓണർക്കാണുള്ളത്. ഓക്കെ, കൺട്രോളിങ് ഓവർ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഓഫ് ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. ഇത്രയും വിമർശനമാണ് ഈ ഹാരി ബ്രേവർമാൻ പറഞ്ഞത്.
പിന്നെ അടുത്തത് ക്രിറ്റിസിസം ബൈ നെക്സ്റ്റ് ജനറേഷൻ തിങ്കേഴ്സ്. ക്ലാസിക്കൽ തിങ്കേഴ്സ് കഴിഞ്ഞ് ഇതിൽ ഞാൻ മേരി പാർക്കർ ഫോളറ്റിന്റെ പേര് ചെയ്തിട്ടുണ്ട്. ഇത് പല സമയത്തും ക്ലാസിക്കൽ തിങ്കറായിട്ടും പിന്നീട് വരുന്ന ന്യൂ ജനറേഷൻ തിങ്കറായിട്ടും പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിട്ടത്. ദ അതർ ക്രിറ്റിക്സ് ഓഫ് ദ ടൈലേഴ്സ് സയന്റിഫിക് മാനേജ് ഇൻക്ലൂഡ് ഒലിവർ ഷെൽഡൻ, മേരി പാർക്കർ ഫോളറ്റ്, എൽട്ടൺ മേയോ, പീറ്റർ ഡങ്കൻ. ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പേഴ്സണൽ ആണ്. അതുപോലെ തന്നെ അണ്ടർ എംഫസൈസ്ഡ് ദ ഹ്യൂമൻ ഫാക്ടർ. ഹ്യൂമൻ ഫാക്ടർ എന്നുള്ളത് ഒരു വ്യക്തിയാണ് ജോലി ചെയ്യുന്നത് തീരെ ഇതിൽ കണക്കിലെടുക്കാത്തതാണ് ഇവരുടെ മാനേജ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ ക്രിറ്റിസിസം ഓഫ് അനാട്ടമി ഓഫ് വർക്ക്. ഹിസ് എംഫസിസ് ഓൺ മിനിറ്റ് ഡിവിഷൻ ഓഫ് വർക്ക്. ഓരോ വർക്ക് മിനിറ്റും ഡിവിഷൻ ചെയ്യുന്നത്. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ മോഡേൺ ടൈംസ് എന്ന് പറഞ്ഞ ചാർലി ചാപ്ലിന്റെ സിനിമ. അതൊരു ഫാക്ടറി ലൈനിൽ ചാർലി ചാപ്ലിൻ വർക്ക് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിമാണ്. അതിൽ അദ്ദേഹത്തിന് ആകെ കൂടി ഒരു ജോലിയുള്ളൂ ഒരു ദിവസം 2 നെറ്റ് ടൈറ്റ് ചെയ്യാം. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള അല്ലാതെ ആ ലൈനിൽ ഇങ്ങനെ വരുമ്പോൾ ബാക്കി ഉള്ള ആൾക്കാരും അതെ, ക്ലോക്ക് ഫാക്ടറി ആണോ അത്? ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ആ സീൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഇത് മാത്രമേ താൻ ചെയ്യുന്നുള്ളൂ. കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ആൾക്ക് രാത്രിയും പകലും എപ്പോഴൊക്കെ ആ കയ്യിന്റെ ആ ആക്ഷൻ തന്നെയാണ് ആൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു പ്രശ്നമാണ്. അത് ഹ്യൂമൻ ഫാക്ടറിനെ ഒഴിവാക്കുന്ന ഒരു അപ്രോച്ചാണത്. അതുപോലെ തന്നെ ഇത് ഇത്രയും എഫിഷ്യൻസി പറയുന്നുണ്ടെങ്കിൽ തന്നെ പുതിയ മാനേജ്മെന്റ് തിങ്കിങ്ങിൽ ഇത് തീരെ ഇൻഎഫിഷ്യൻ്റ് ആണ്, പൂർ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ക്രിറ്റിസിസം ഓൺ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8 സൂപ്പർവൈസർ. ഏതൊരു മനുഷ്യനും 8 സൂപ്പർവൈസറെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ഏതെങ്കിലും ആൾക്കാർക്ക് ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ തന്നെ അത് ഒരാളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതിപ്പോ എല്ലാ ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതും ഇതിന്റെ വലിയൊരു പ്രശ്നമാണ്. ഇനി റിലവൻസ്. The scientific management helped many industrial organizations in the United States to overcome the problems of workers. In the similar way, Taylorism spread to England to resolve the industrial crisis in the country. At a time when there is an industrial unrest and increasing unemployment. ഇത് സയന്റിഫിക് മാനേജ്മെന്റ് നിങ്ങൾ വിചാരിക്കുന്ന വളരെയധികം പ്രചാരത്തിൽ വരാൻ കാരണം ഇത്തരത്തിലുള്ള മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ എഫിഷ്യൻസി കംപ്ലീറ്റ് ആയിട്ട് കൂടുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ വളരെ കൂടുതലാണ് ഇതിന്റെ എഫിഷ്യൻസി. ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ ഈ ഷവലിംഗ് ഉണ്ടല്ലോ, ആ കമ്പനിയിൽ മുന്നേ ഒരു 400-600 വർക്കേഴ്സ് ചെയ്ത വർക്ക് വെറും 100-120 വർക്കേഴ്സിനെ കൊണ്ട് ടൈലറിന് ഇത് ചെയ്യിക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തീരെ നിസാരാക്കുന്ന മെത്തേഡ് അല്ല. ഇതിന് വളരെയധികം എന്താ പറയാ എഫിഷ്യൻസി കൂട്ടാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള മെത്തേഡാണിത്. അപ്പൊ ഇത് ഉപയോഗിച്ച് ഒരുപാട് യുണൈറ്റഡ് സ്റ്റേറ്റ്സില് അതുപോലെ തന്നെ ഇംഗ്ലണ്ടില് ഒക്കെ ഉള്ള ഒരുപാട് ക്രൈസിസ് ഓവർകം ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ ഈ പറഞ്ഞ ലെനിൻ ഉപയോഗിച്ച് കൊണ്ട് ഇതൊരു ഏതെങ്കിലും ഒരു ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയിലും ഇത് വർക്ക് ചെയ്യും എന്നുള്ളത് കാണിച്ചു. അതേപോലെ തന്നെ ഇന്ത്യ പോലെയുള്ള ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രിയിൽ എഫിഷ്യൻസി കൂട്ടേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് ഇപ്പോൾ ഉള്ളത് ഇതിൽ ഈ കൂടുതൽ സയന്റിഫിക് അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ സയന്റിഫിക് മാനേജ്മെന്റ് ഇപ്പോഴും റെലവെന്റ് ആണ്. പക്ഷെ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പുതിയ പുതിയ തിയറികൾ വന്നിട്ടുണ്ട്. ഒരു ഹ്യൂമൻ ആസ്പെക്ട് കൊടുത്തുകൊണ്ട് കൂടുതൽ എഫിഷ്യൻസി അപ്പോഴും എത്ര ഹ്യൂമൻ എന്താ പറയാ ഫാക്ടർ ആഡ് ചെയ്താലും ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിൽ എഫിഷ്യൻസി ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഇന്നും ഇത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഓക്കെ, അപ്പോ നമ്മൾ അവസാനിപ്പിച്ചു. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ നോട്ട് ഇടാട്ടോ. അത് പറ്റുവാണെങ്കിൽ ആ MPA 012 ഇഗ്നോറിന്റെ നോട്ടൊന്ന് വായിച്ചു നോക്ക്.
സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയുടെ ഒരു ലെസൺ തന്നെയുണ്ട്. അതിൽ കൂടുതലായിട്ട് മിക്കവാറും അതിലുള്ള കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാലും പറ്റുവാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ഓക്കെ, താങ്ക് യു.